Okay, hi. Hi students. We are switching out to next topic, that is health and nutrition. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ടോപ്പിക്കിലുള്ളത്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അതായത് ആരോഗ്യവും ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ? ഡയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പോഷകങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ സോഴ്സുകൾ, ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഇന്ന കാര്യങ്ങൾ ലഭിക്കുക, അങ്ങനെയുള്ള, അതുപോലെ മാൽ ന്യൂട്രീഷൻ എന്താണ്, തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി വിൽ ഗോ ടു ദ ഡെഫിനിഷൻ ഓഫ് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്? Nutrition is the science that interprets the interaction of nutrients and other substances in food in relation to maintenance, growth, reproduction, health and disease of an organism. It includes food intake, absorption, assimilation, biosynthesis, catabolism and exertion. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ന്യൂട്രീഷൻ എന്ന് പറയുന്ന സയൻസാണ്, ഒരു ശാസ്ത്രമാണ്. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ററാക്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻ ഫുഡ് ഇൻ റിലേഷൻ ടു മെയിൻ്റനൻസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഹെൽത്ത്, ഡിസീസ് ഓഫ് എൻ ഓർഗാനിസം എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ബോഡി നമ്മുടെ വളർച്ച, ഗ്രോത്ത്, ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റീപ്രൊഡക്ഷൻ, ആരോഗ്യം, ഹെൽത്ത്, എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റിക്കവർ ആവുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരീരം സാധ്യമാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ന്യൂട്രീഷൻ സയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, അത് ദഹിപ്പിക്കുന്നത്, അത് അബ്സോർബ് ചെയ്ത് അതിനകത്ത് നിന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ബോഡി വലിച്ചെടുക്കുന്നത്, അതിനുശേഷം അത് ശരീരത്തിന്റെ ആവശ്യമുള്ള രീതി പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചത് ഉപയോഗപ്പെടുത്തുന്നത്, ദെൻ അത് അതിന്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പുറന്തള്ളുന്നത്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗത്തെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിന്റെ ഒരു പ്യുവർ ഡെഫിനേഷൻ നോക്കുവാണെങ്കിൽ, ന്യൂട്രീഷൻ ഈസ് പ്രൊവിഷൻ ടു സെൽസ് ആൻഡ് ഓർഗാനിസം ഓഫ് മെറ്റീരിയൽസ് നെസസറി ടു സപ്പോർട്ട് ലൈഫ്. ജീവനെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഓർഗാനിസംസിന് കിട്ടുന്ന ആ ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡയറ്റ് എന്ന വേർഡ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡയറ്റ് ഓഫ് എൻ ഓർഗാനിസം ഈസ് വാട്ട് ഇറ്റ് ഈറ്റ്സ്. എന്താണോ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു വ്യക്തി കഴിക്കുന്നത്, അതിനെയാണ് നമ്മൾ അയാളുടെ ഡയറ്റ് എന്ന് പറയുക. അതിനെ നമുക്ക് അതിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെയുള്ള കാര്യത്തിലാണ് നമ്മൾ ഗുഡ് ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ്, ബാഡ് ഡയറ്റ് എന്നൊക്കെ നമ്മളതിന് പറയുക. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഹെൽത്തി ഡയറ്റിലൂടെ, പിന്നെ എന്താ പറയുക, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനൊക്കെ നല്ല ഹെൽത്തി ഡയറ്റിലൂടെ സാധിക്കും. അത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യവും. എസ്പെഷ്യലി നമ്മൾ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഈ ഹെൽത്തി ഡയറ്റുമായിട്ട് എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഹെൽത്ത് മെയിൻ്റനൻസിലും ബോഡി വെയിറ്റ് മെയിൻ്റനൻസിലും ഒക്കെ വളരെയധികം പ്രാധാന്യം, പല അസുഖങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് ഫുഡ് നമുക്ക് ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫുഡ് സ്റ്റഫിൽ നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ കാറ്റഗറീസ്, എന്തൊക്കെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു 6 ഞാൻ പറയുകയാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽ, ഫൈബേഴ്സ്, വാട്ടർ. ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഫുഡിൽ അടങ്ങിയിട്ടുണ്ടാവുക. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എടുക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇതിന്റെ പ്രധാനത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനർജി സോഴ്സ് ആണ് ബോഡിയുടെ. ഇത് കെമിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ബോഡി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും മേജർ പോർഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്. അത് 2 തരത്തിൽ നമുക്ക് പറയാം. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, ഹണി ഒക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് ഭക്ഷണ ധാന്യങ്ങളിലും അതുപോലെ ബീൻ, പീസ്, പൊട്ടറ്റോ, ടോപ്പിയൊക്കെ, നമ്മുടെ കപ്പ, കിഴങ്ങ് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യത്തിലും ഉള്ളതാണ്. അരിയിലും ഗോതമ്പിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം. അത് കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 60% നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ് ഇസ് പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടീൻ നമുക്ക് ബോഡി മെയിൻ്റനൻസിനും മസിൽസ് മെയിൻ്റനൻസിനും ടിഷ്യൂ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളിലേക്കുള്ള അമിനോ ആസിഡ്സിനെ സപ്ലൈ ചെയ്യുന്നത് പ്രോട്ടീനാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്കാണത്.
അപ്പോൾ 20 തരത്തിൽ ഏതാണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ 12 എണ്ണവും നമുക്ക് ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ബാക്കി 8 എണ്ണം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മിൽക്ക്, എഗ്, ചീസ്, നട്ട്സ്, ബീൻസ്, സീ ഫുഡ്, വെറൈറ്റി ഓഫ് പ്ലാന്റ്, അതുപോലെ മീറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രോട്ടീൻ അവൈലബിൾ ആണ്. ആനിമൽ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ രണ്ടും വെജിറ്റേറിയൻ ആയതുകൊണ്ട് മറ്റേത് മാത്രമേ കിട്ടുമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് കൂടെ നമുക്കൊരു ഫുഡിന്റെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. നെക്സ്റ്റ് ഈസ് ഫാറ്റ്. ഫാറ്റും ഇതേപോലെ എനർജി റിബേഷന് വേണ്ടി ഉപയോഗിക്കുന്നതും അതുപോലെ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഫാറ്റ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫാറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ഒമേഗ 3യും ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ആണ് വളരെയധികം പ്രധാനമായിട്ട് പറയുന്നത്. ഇതിന്റെ എന്താ പറയുക സോഴ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഓയിൽസ്, ഇപ്പൊ വെളിച്ചെണ്ണ മുതൽ പലതരത്തിലുള്ള ഓയിൽസ് നമുക്കറിയാം. അതിലൊക്കെ നമുക്ക് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഒമേഗ 3 ആണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഒരു ഡയറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാനുള്ളത് സീ ഫുഡ് എന്ന് പറയുന്നത് കടൽ ആയിട്ട് ബന്ധപ്പെട്ട നമ്മളൊക്കെ എന്താ പറയുക കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ ഇഷ്ടംപോലെ സീ ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒമേഗ 3 കാർഡിയോവാസ്കുലർ ഡിസീസസ് ഒക്കെ കുറക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഈസ് വൈറ്റമിൻസ്. Vitamins are organic substances present in food and required by the body in a small amount for regulation of metabolism and maintenance of normal growth and function. ബോഡിയുടെ നോർമൽ ഗ്രോത്ത്, ഫംഗ്ഷനിങ്, അതുപോലെ ഭക്ഷണത്തിന്റെ ആയിട്ടുള്ള മെറ്റബോളിക് പ്രോസസ്സ്, ഭക്ഷണത്തെ ദഹിപ്പിച്ച് ആ ഒരു കെമിക്കൽ ബ്രേക്ക് ഡൗണിങ് പ്രോസസ്സിനൊക്കെ ഈ വൈറ്റമിൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലുമൊക്കെ തീരെ കിട്ടാതാവുക, അതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരും. So most commonly known vitamins are A, B1, B2, B3, B5, B6, B7, B9, B12, C, D, E and K. ഇതിൽ B and C vitamins are water soluble. അത് വെള്ളത്തിൽ അലിയുന്ന ടൈപ്പാണ്. എക്സസ് എമൗണ്ട് ഓഫ് വിച്ച് വിൽ ബി എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. അത് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് പോകും. A, D, E and K vitamins are fat soluble. അത് ഫാറ്റിൽ മാത്രം ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് എ, ഡി ആൻഡ് ഇ, കെ. എ, ഡി, ഇ ആൻഡ് കെ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, എക്സാമ്പിൾ ബനാന, ഓറഞ്ച്, ഗ്രീൻ ലീഫ്, മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട് തുടങ്ങി സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം കൂടെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇസ് മിനറൽസ്. മിനറൽസ് എന്ന് പറയുന്നത് വളരെ ട്രേസ് എമൗണ്ട് ആയിട്ട് ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ടിഷ്യൂ, നമ്മുടെ കലകൾ, സെല്ലുകൾ, ബോൺ തുടങ്ങിയ സാധനത്തിനൊക്കെ അതിൻ്റെയൊക്കെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് മിനറൽസ് ആണ്. അപ്പം ഇതും നമുക്ക് ആവശ്യത്തിന് ശരീരത്തിൽ എത്തണം. വളരെ ഇതായിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റംസ്, അവരുടെയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ, സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സിസ്റ്റംസിന്റെ പ്രവർത്തനത്തിനും അതുപോലെ ഹോർമോൺസ്, ഓക്സിജൻ ട്രാൻസ്പോർട്ട്, എൻസൈം സിസ്റ്റം, ഇതിനൊക്കെ നമുക്ക് മിനറൽസ് വളരെ ആവശ്യമായിട്ടുണ്ട്. പ്രധാനമായിട്ട് 2 തരത്തിലാണ്, മാക്രോയും മൈക്രോയും. നമുക്ക് കുറച്ച് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള മിനറൽസിനെ നമ്മൾ മാക്രോ എന്ന് പറയുന്നു. വളരെ ട്രേസ് എമൗണ്ടിൽ ആവശ്യമുള്ള ഇതിനെ നമ്മൾ മൈക്രോ എന്നും പറയുന്നു. അതിൽ മേജർ മിനറൽസ് എന്നൊരു പേര് കൂടെ നമുക്ക് വേണമെങ്കിൽ മാക്രോയ്ക്ക് കൊടുക്കാം. അതാണ് വരുന്നത് ലാർജ് കുറച്ച് കൂടുതൽ എമൗണ്ടിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, സൾഫർ ആൻഡ് ക്ലോറൈഡ്. ഇതാണ് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ്, നെർവ് സെൽസ്, ബോൺസ്, ടീത്ത് തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഈ മിനറൽസിനെ നമ്മൾ മേജർ മിനറൽസ് എന്ന് വിളിക്കും. അതേപോലെ ട്രേസ് മിനറൽസ് ഉണ്ട്, വളരെ ചെറിയ അളവിൽ ആവശ്യമുള്ള. അയൺ, സിങ്ക്, അയഡിൻ, കോപ്പർ, മാംഗനീസ്, ഫ്ലൂറൈഡ്, ക്രോമിയം, സെലനിയം, മോളിബ്ഡേനിയം ആൻഡ് ബോറോൺ. ഈ പറയുന്ന ഐറ്റംസ് ആണ് നമുക്ക് മൈക്രോ മിനറൽസ് അല്ലെങ്കിൽ ട്രേസ് മിനറൽസ് എന്ന് നമുക്ക് അവരെ വിളിക്കാം. അടുത്തത് വെള്ളമാണ്, വാട്ടർ. നമ്മുടെ ബോഡിയിലെ 2/3, അതായത് 3/4 2 ഭാഗവും വെള്ളം തന്നെയാണ്. ബ്ലഡിൽ ഉള്ള പ്ലാസ്മയാണ് 90% ഓഫ് വാട്ടർ. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ആ ഒരു മീഡിയത്തിൽ കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള ബ്ലഡിലുള്ള പ്ലാസ്മയിൽ കൂടിയാണ് ന്യൂട്രിയൻസ് എല്ലാം എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും അതേപോലെ ഗ്ലൂക്കോസ് എത്തിക്കുകയും അതുപോലെ വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഹീറ്റ്, തെർമോ റെഗുലേഷൻ, ബോഡിയിൽ എനർജി ലിബറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഹീറ്റ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേർത്ത് ചൂട് ആവുന്ന ബോഡി ഹീറ്റ് ആവും. അത് ആ ഹീറ്റ് എന്താ പറയുക ഈ സ്കിന്നിനടുത്തേക്ക് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയും അവിടുന്ന് വേർപ്പ്
ആയിട്ട് പുറത്ത് വന്ന് അവിടുന്ന് അത് വേപ്പറായിട്ട് ആ ഹീറ്റ് പുറത്തേക്ക് കളയുക. അങ്ങനെ ബോഡിയുടെ തെർമോ റെഗുലേഷൻ പ്രോസസ്സിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ടർ. അപ്പം ദിവസം ഇത്ര ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ബാലൻസ്ഡ് ഡയറ്റ്. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗെറ്റിംഗ് ദ റൈറ്റ് ടൈപ്സ് ആൻഡ് എമൗണ്ട് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ടു സപ്ലൈ ന്യൂട്രീഷൻ എനർജി ഫോർ മെയിൻറ്റെയിനിങ് ബോഡി സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്. നമ്മുടെ ശരീരത്തിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞ 6ഓളം തരത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ആവശ്യത്തിന് അടങ്ങിയിരിക്കുന്ന ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വൺ ദാറ്റ് ഗീവ്സ് യുവർ ബോഡി ദ ന്യൂട്രിയൻസ് ഇറ്റ് നീഡ്സ് ടു ഫംഗ്ഷൻ കറക്റ്റ്ലി. ഒന്നും കൂടുതലല്ല കുറവുമല്ല, എല്ലാ ആവശ്യമുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഡയറ്റിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. അപ്പം അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വരും, പ്രോട്ടീൻ വരും, ഫാറ്റ് വരും, വൈറ്റമിൻസ് വരും, മിനറൽസ് വരും, വാട്ടർ വരും, ഇത്രയും കാര്യങ്ങൾ. ബാലൻസ്ഡ് സിംപ്ലി മീൻസ് ദാറ്റ് ഇറ്റ് മീറ്റ്സ് യുവർ ന്യൂട്രീഷണൽ നീഡ്സ്. ഏതെങ്കിലും ഒന്ന് കൂടുതലായിട്ട് കൊടുക്കലല്ല. ചോറ് മാത്രം നമ്മൾ കണ്ടമാനം കഴിച്ച് അതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രമേ കാര്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതല്ല വേണ്ടത്. പച്ചക്കറി, ഫ്രൂട്ട്സ്, മറ്റു കാര്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് വരുമ്പോഴാണ് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മളതിനെ വിളിക്കുക. Eating a balanced diet means choosing a wide variety of foods and drinks from all the food groups. എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും നമുക്ക് വെജിറ്റബിൾസ് വേണം, ഫ്രൂട്ട് വേണം, പ്ലാന്റ്സ് അതിൽ നിന്ന് കിട്ടുന്ന വേണം, മീറ്റ് വേണം, എഗ്ഗ് വേണം, ഡയറി പ്രൊഡക്ട്സ് വേണം, സീ ഫുഡ് വേണം. അങ്ങനെ എല്ലാം മാറി മാറി നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈറ്റിംഗ് പാറ്റേൺ എംഫസിസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, അങ്ങനെ ഫാറ്റ് കുറഞ്ഞത്, ഡയറി പ്രൊഡക്ട്സ് അതായത് പാലുൽപ്പന്നങ്ങൾ, ലീൻ ആനിമൽ പ്രോട്ടീൻ, ഇറച്ചി, മീറ്റ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള നട്ട്സ്, ബീൻസ്, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഡയറ്റ് കഴിക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്. ഇറ്റ് മസ്റ്റ് ബി പ്ലാൻഡ് അറ്റ് യുവർ ഓൺ കലോറിക് ലെവൽ ആൻഡ് പ്രോട്ടീൻ സൈസിങ് ഈസ് ദ കീ. പ്രോട്ടീൻ ആവശ്യത്തിനുണ്ടായിരിക്കുക. നമ്മുടെ ഡെയിലി കലോറി എക്സ്പെൻഡിച്ചർ എത്രയാണ് അതിനനുസരിച്ചിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഇസ് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും തരത്തിലുള്ള നേരത്തെ പറഞ്ഞ ന്യൂട്രിയൻസിന്റെ അഭാവം ശരീരത്തിൽ നിങ്ങളുടെ ഫുഡിൽ വന്നിട്ട് കിട്ടാത്ത ഒരവസ്ഥ, അതിനാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് മാൽന്യൂട്രീഷൻ ലാക്ക് ദ ന്യൂട്രിയൻസ് നെസസറി ഫോർ ദർ ബോഡീസ് ടു ഗ്രോ ആൻഡ് സ്റ്റേ ഹെൽത്തി. ആരോഗ്യം നിലനിർത്താനും വളർച്ചക്കൊക്കെയുള്ള സാധനങ്ങൾ ആവശ്യമായ തോതിൽ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുക. Someone can be malnourished for a long or short period of time and the condition may be mild or severe. വളരെ കുറഞ്ഞ സമയത്തേക്ക് കാലത്തേക്ക് മാൽനറിഷ്ഡ് ആവാം, അത് കഴിഞ്ഞ് മാറാം. അതിനനുസരിച്ച് എന്താണോ നമ്മൾ ഇൻടേക്ക്, ഫുഡ് ഇൻടേക്ക് തന്നെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട്. ഇത് വളരെയധികം നീണ്ടുപോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക്, പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് മാത്രമല്ല, ഈ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കാം. പലതരത്തിലുള്ള നമുക്ക് മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് ഇതുകൊണ്ടുണ്ടാകാം. ഈവൻ ഡെത്ത് പോലും സംഭവിക്കുന്ന തരത്തിലുള്ള മാൽനറിഷ്മെന്റ്, പ്രത്യേകിച്ച് കുട്ടികളിൽ വളർച്ചയുടെ ഘട്ടത്തിൽ അവർക്ക് ഈ മാൽന്യൂട്രീഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് റേറ്റ്, അവർ അണ്ടർ വെയിറ്റ് ആയി പോകും. അത് ഭാവിയിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. സോ പീപ്പിൾ ഹു ഹാവ് പ്ലെന്റി ടു ഈറ്റ് മേ സ്റ്റിൽ ബി മാൽനറിഷ്ഡ്. അതാണ് അതിൻ്റെ ഒരു വലിയ ഐറണി എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളിലും മാൽ ന്യൂട്രീഷൻ സംഭവിക്കാം. കാരണം അവർ ഇഷ്ടം പോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ് തുടങ്ങിയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ ചോറ് മാത്രം വയറ് നിറച്ച് കഴിക്കുന്ന ഒരു എക്സാമ്പിളൊക്കെ അതിനകത്തൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് മാൽ ന്യൂട്രീഷൻ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇറ്റ് അഫക്ട്സ് പീപ്പിൾ ഓഫ് എവറി ഏജ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാം. വയസ്സായ ആൾക്കാർക്ക് വരാം, കുട്ടികൾക്ക് വരാം, യൗവനത്തിലുള്ള ആൾക്കാർക്ക് വരാം. ഇൻഫാൻസ്, ചിൽഡ്രൻ, അഡോളസൻസ് തുടങ്ങിയ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ബാഡ് എഫക്ട്സ് വരിക. കാരണം അവർ എപ്പോഴും വളർച്ചയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിന്റെ സ്റ്റേജാണ്. അപ്പോൾ ആ സമയത്ത് മാൽ ന്യൂട്രീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നറിഷ്മെന്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭാവിയിൽ അങ്ങോട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. അതുപോലെ തന്നെ മാൽ ന്യൂട്രീഷൻ, ഏജിങ്, നമുക്ക് പെട്ടെന്ന് വയസ്സാവുക, പ്രായമായി തോന്നുന്നതായിട്ട് ഉള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ വരിക, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഇത് ഫിസിക്കലി മെന്റലിയും ഹാംഫുൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫുഡിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ നോക്കുക. ഇതിന്റെ ചില ലക്ഷണങ്ങൾ ഫറ്റീഗ്, ലോ എനർജി, എപ്പോഴും എനർജി ഇല്ലാണ്ട് ഇരിക്കുക, നമ്മളിങ്ങനെ എപ്പോഴും എന്താ പറയുക, ഒരു ഉഷാറില്ലാത്ത രീതിയിൽ, തലചുറ്റുക, പ്യുവർ ഇമ്മ്യൂൺ ഫംഗ്ഷൻ, എപ്പോഴും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ഇൻഫെക്ഷൻ ഡിസീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, സ്കിന്നൊക്കെ ഡ്രൈ ആവുക, മോണകൾ, ബ്ലീഡിങ് ഉണ്ടാവുക, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത്, പല്ലുകൾ ഇങ്ങനെ തഴഞ്ഞു പോവുക, തീരുക പെട്ടെന്ന്, അതിലൊക്കെ അതിൽപ്പെട്ട ഭാഗങ്ങളാണ്. മസിൽ വീക്ക്നെസ് തുടങ്ങിയ കാര്യങ്ങൾ, ഓർഗൻ ഫംഗ്ഷനിൽ പ്രശ്നങ്ങൾ വരിക, ഇതൊക്കെയാണ് മാൽ ന്യൂട്രീഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
നിങ്ങൾ ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് ആ വൈറ്റമിൻസിന്റെ വാട്ടർ സോലുബിൾ, ഫാറ്റ് സോലുബിൾ ഒക്കെ പറഞ്ഞ 1 വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ വരാം. ഓക്കെ.